ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സോളാർ ഫർണസസ്, രണ്ട് സോളാർ ഇലക്ട്രിക് പവർ ജനറേഷൻ. അപ്പോൾ അതിനകത്ത് സോളാർ ഫർണസസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഹൈ ടെമ്പറേച്ചർ വേണമെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഒരു സ്പെസിമെനിലേക്ക് ഒരു സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിലേക്ക് സോളാർ റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ സ്പെസിമെനിലേക്ക് സോളാർ റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സോളാർ ഫർണസ് എന്ന് പറയുന്നത്. സോളാർ ഫർണസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഗെറ്റ് high temperatures by concentrating solar radiations onto a specimen. ഒരു സ്പെസിമെനിലേക്ക് സോളാർ റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ ലഭ്യമാക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് സോളാർ ഫർണസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം, ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു കോൺസെൻട്രേറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, ഹീലിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ടേണബിൾ മിറേഴ്സ് ഉണ്ട്. പിന്നെ സോളാർ റേഡിയേഷൻ ഈ ഹീലിയോസ്റ്റാറ്റിലേക്ക് വന്ന് പതിക്കുന്നതും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് കോൺസെൻട്രേറ്ററിലേക്ക് പോകുന്നതും അവിടുന്ന് റിസീവറിലേക്ക് വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം, ഫോട്ടോയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് നോക്കാം. അപ്പോൾ അതിൻ്റെ മുൻപേ ഇതിൻ്റെ പാർട്സ്, ഇവിടെ എ നമ്പർ ഓഫ് ഹീലിയോസ്റ്റാറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേണബിൾ മിറേഴ്സാണ്, ആർ അറേഞ്ച്ഡ് ഇൻ ടെറസസ് ഓൺ എ സ്ലോപ്പിംഗ് സർഫസ് സോ ദാറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ സൺസ് പൊസിഷൻ ദേ ആൾവേസ് റിഫ്ലക്റ്റ് സോളാർ റേഡിയേഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓൺ ടു എ ലാർജ് പാരാബോളോയിഡ് അറ്റാച്ച്ഡ് ടു ദ ഫേസ് ഓഫ് ദ സ്ട്രക്ചർ. പാരാബോളോയിഡ് എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്പെറിക്കൽ റിഫ്ലക്റ്റിംഗ് കളക്ടർ മേഡപ്പ് ഓഫ് മെനി ഫിക്സഡ് മിറേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എ നമ്പർ ഓഫ് ഹീലിയോസ്റ്റാറ്റ്സ്, ടേണബിൾ മിറേഴ്സ്. ഒരുപാട് ടേണബിൾ മിറേഴ്സ്, തിരിക്കാൻ പറ്റുന്ന മിറേഴ്സ് ഉണ്ട്. ആ മിറേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഒരു സ്ലോപ്പിംഗ് സർഫസ്, അതായത് ചെരിഞ്ഞ പ്രതലത്തിൻ്റെ ടെറസസിലായിരിക്കും, അതായത് പുറത്തായിരിക്കും. അത് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സണ്ണിൻ്റെ പൊസിഷൻ നമ്മളങ്ങനെ റിഗാർഡ് ചെയ്യേണ്ട കാര്യമല്ല. സണ്ണ് എവിടെ ആയിക്കോട്ടെ, ആ സണ്ണിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ ഒരേ ഡയറക്ഷനിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. ഈ പറയുന്ന ഹീലിയോസ്റ്റാറ്റ്സ് ഒരേ ഡയറക്ഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം അത് ടേൺ ചെയ്തിട്ട്, സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ടേണബിൾ മിറേഴ്സും ഇങ്ങനെ ടേൺ ചെയ്യും. അതിനനുസരിച്ചിട്ട് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ സണ്ണിൻ്റെ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന ഹീലിയോസ്റ്റാറ്റ്സ് അല്ലെങ്കിൽ ടേണബിൾ മിറേഴ്സിന് സാധിക്കും. എന്തായാലും അത് ഒരു ലാർജ് പാരാബോളോയിഡിലേക്കാണ്, അതായത് സ്പെറിക്കൽ റിഫ്ലക്റ്റിംഗ് മിറർ മേഡപ്പ് ഓഫ് മെനി ഫിക്സഡ് മിറേഴ്സാണ്. കുറേ ഫിക്സഡ് മിറേഴ്സ് ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സ്പെറിക്കൽ റിഫ്ലക്റ്റിംഗ് കളക്ടറാണ്, ഒരു ഗോളാകൃതിയിലുള്ള റിഫ്ലക്റ്റിംഗ് കളക്ടറാണ് ഈ പാരാബോളോയിഡ് എന്ന് പറയുന്നത്. ആ പാരാബോളോയിഡിലേക്ക്, ലാർജ് പാരാബോളോയിഡാണ്, അതിലേക്ക് എന്ത് ചെയ്യുകയാണ്, റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടേണബിൾ മിറേഴ്സ് എല്ലാം കൂടി ഒരേ ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് നേരെ ലാർജ് പാരാബോളോയിഡിലേക്ക് വരുന്നു. അത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക ഒരു ഫേസ് ഓഫ് ദ സ്ട്രക്ചർ, അല്ലേ? ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ഫേസിലായിരിക്കും നമ്മൾ ഈ ഒരു പാരാബോളോയിഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്തേക്കാണ് ഈ ലൈറ്റ് റേസ് ഒക്കെ വന്ന് പതിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സംഭവം ഒരു സ്ലോപ്പിംഗ് സർഫസാണ്. അവിടെ നമ്മൾ ടേണബിൾ മിറേഴ്സ്, ഹീലിയോസ്റ്റാറ്റ്സ് എന്ന് വിളിക്കുന്ന ടേണബിൾ മിറേഴ്സ് വെച്ചിട്ടുണ്ട്. ആ ടേണബിൾ മിറേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സൺലൈറ്റ് നേരെ വന്നിട്ട് പാരാബോളോയിഡ് എന്ന് പറയുന്ന ഫിക്സഡ് മിറേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്പെറിക്കൽ റിഫ്ലക്റ്റിംഗ് മിററിലേക്ക് എത്തുന്നു. അപ്പോൾ അതാണ് ഈ സ്ട്രക്ചറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എന്തായാലും ഈ കളക്ടർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സ്പെറിക്കൽ റിഫ്ലക്റ്റിംഗ് കളക്ടർ, ലാർജ് പാരാബോളോയിഡ് അല്ലേ, അതെന്ത് ചെയ്യുന്നു എന്നറിയോ, ഈ റേഡിയേഷനെ ഒരു സ്മോൾ വോളിയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അല്ലേ? ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് എല്ലാ റേഡിയേഷനെയും കൂടി ഫോക്കസ് ചെയ്യുകയാണ്.
ദ കളക്ടർ ദെൻ ബ്രിങ്സ് ദ റേഡിയേഷൻ ടു എ ഫോക്കസ് വിത്തിൻ എ സ്മോൾ വോളിയം. ചെറിയ വോളിയത്തിലുള്ള ഒരു ഫോക്കസിലേക്ക് ഇതിനെ പതിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്മോൾ വോളിയത്തിലേക്ക് ഈ ലൈറ്റ് റേസിനെ എല്ലാം കൂടി ഈ കളക്ടർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ലൈറ്റ് റേസും കൂടി ആ സ്മോൾ വോളിയത്തിൽ ഫോക്കസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പെസിമെൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റഡ് ആവും, അല്ലേ, ചൂടാവും. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ ആ സ്പെസിമെനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സോളാർ ഫർണസസ് പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് സോളാർ ഫർണസസിൻ്റെ യൂസസ് പറയാം. യൂസസ് ഓഫ് സോളാർ ഫർണസസ്. ഫസ്റ്റ് യൂസ് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് പ്രോപ്പർട്ടീസ് ഓഫ് സെറാമിക്സ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. സെറാമിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ പ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെളുത്ത കട്ടിയുള്ള ആ ഒരു മെറ്റീരിയൽ, അതാണ് സെറാമിക്സ്. അറിയാലോ, സെറാമിക് വെസൽസൊക്കെ. അപ്പോൾ ആ സെറാമിക് വെസൽസൊക്കെ ഹൈ ടെമ്പറേച്ചറിലുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോളാർ ഫർണസസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പ്രോപ്പർട്ടീസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, അല്ലേ, അതിൻ്റെ ദ്രവണാങ്കം, എത്ര ഹൈ ടെമ്പറേച്ചറിലാണ് അത് ഉരുകുക. മെൽറ്റിംഗ് പോയിൻ്റ് കൂടിയ സെറാമിക്സ് ആയിരിക്കും ഈ വെസൽസൊക്കെ, പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ നല്ലത്, അല്ലേ, എത്ര ചൂടായാലും ഉരുകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശിഷ്ട താപധാരിത എന്നൊക്കെയാണ് പറയുക. 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപം, ഹീറ്റ്, അതാണ് സ്പെസിഫിക് ഹീറ്റ്. അത് കണ്ടുപിടിക്കാം. പിന്നെ അതേപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി, അല്ലേ, തെർമൽ കണ്ടക്ടിവിറ്റി നല്ലോണം ഉണ്ടാവണം, എന്നാലാണ് പിന്നെ അത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. താപചാലകത, ഇതുപോലുള്ള പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സോളാർ ഫർണസസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് ഹൈ ടെമ്പറേച്ചറിൽ ഈ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിക്കാം. ഉയർന്ന താപനിലയിൽ ഈ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സഹായകമാണ് സോളാർ ഫർണസസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു യൂസ്, സെവറൽ മെറ്റലർജിക്കൽ ആൻഡ് കെമിക്കൽ ഓപ്പറേഷൻസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അതായത് ഹൈ ടെമ്പറേച്ചേഴ്സിൽ, ഉയർന്ന താപനിലയിൽ നമുക്ക് ധാരാളം മെറ്റലർജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതേപോലെ തന്നെ കെമിക്കൽ, രാസപരമായിട്ടുള്ള ഓപ്പറേഷൻസ്, പ്രക്രിയകൾ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ഉയർന്ന താപനിലകളിൽ ധാരാളം ലോഹസംബന്ധമായ അതുപോലെ തന്നെ രാസപരമായിട്ടുള്ള പ്രക്രിയകൾ നടത്താൻ നമുക്ക് സോളാർ ഫർണസസിൽ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു യൂസ്. മൂന്നാമത്തെ ഒരു യൂസ് നോക്കാം. ഡയറക്റ്റ് ഹൈ ടെമ്പറേച്ചർ പ്രൊഡക്ഷൻ ഓഫ് സിർക്കോണിയ ഫ്രം സിർക്കോൺ ആൻഡ് ആൽക്കലി, ബെറിലിയ ഫ്രം ബെറിൽ, ടങ്സ്റ്റൺ ഫ്രം വോൾഫ്രാമേറ്റ് എക്സെട്ര ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. അതായത് ചില മെറ്റീരിയൽസിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് സിർക്കോൺ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്നൊരു കെമിക്കലിൽ നിന്ന് നമുക്ക് സിർക്കോണിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉയർന്ന ടെമ്പറേച്ചറിൽ മാത്രമാണ് ഈ ഒരു പ്രൊഡക്ഷൻ നടക്കുള്ളൂ. സിർക്കോണിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണം. അപ്പോൾ ഈ ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള ഈ പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നത് സാധാരണ സോളാർ ഫർണസിനകത്ത് വെച്ചിട്ടാണ്. ബെറൈൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൽ നിന്ന് ബെറിലിയ ഉണ്ടാക്കാൻ സോളാർ ഫർണസസ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ വോൾഫ്രാമേറ്റിൽ നിന്ന് ടങ്സ്റ്റൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സോളാർ ഫർണസസ് ഉപയോഗിക്കുന്നു. സോളാർ ഫർണസിലാണ് ഈ പ്രൊഡക്ഷനൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു യൂസ്. നാലാമത്തെ ഒരു യൂസ് നോക്കാം. പ്യൂരിഫിക്കേഷൻ ഓഫ് അലുമിനിയം ഓക്സൈഡ് ബൈ സബ്ലിമേഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. എന്താണ് ഈ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോളിഡ് നേരിട്ട് ഗ്യാസായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. ഒരു സോളിഡ് നേരെ ഗ്യാസായിട്ട് മാറുക. അപ്പോൾ കർപ്പൂരമൊക്കെ അങ്ങനെയാണല്ലോ. ഉൽപ്പതനം എന്നാണ് അതിൻ്റെ മലയാളം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ സോളിഡ് നേരിട്ടിട്ട് ഗ്യാസായിട്ട് മാറുക. കർപ്പൂരം അങ്ങനെയാണല്ലോ, കത്തിച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആവില്ല, നേരെ ഗ്യാസ് ആവും. പക്ഷേ വാട്ടറൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഐസ് എടുത്തിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അത് വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡായിട്ട് മാറുന്നു. അതിനുശേഷം പിന്നെയും ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അത് സ്റ്റീമായിട്ട് മാറുന്നത്, ഗ്യാസ് സ്റ്റീമായിട്ട് മാറുന്നത്, അല്ലേ. അപ്പോൾ സാധാരണ സബ്സ്റ്റൻസുകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ കർപ്പൂരം
നാഫ്തലിൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ സബ്ലിമേഷൻ കാണിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ അലുമിനിയം ഓക്സൈഡിന് എന്തായാലും ഈ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹൈ ടെമ്പറേച്ചറിൽ ക്യാരി ചെയ്തുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും ഈ സോളാർ ഫർണസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ യൂസ് ആയിട്ട് നമുക്ക് പറയാം. അടുത്തതായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ ഫർണസസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഹിയർ ഹീറ്റിംഗ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് എനി കണ്ടാമിനേഷൻ. കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ മലിനീകരണമാണ്. അപ്പോൾ ഒരു മലിനീകരണവും ഇല്ലാതെ ഹീറ്റിംഗ്, നമ്മുടെ സ്പെസിമെനിനെ ഹീറ്റ് ചെയ്യാൻ, ചൂടാക്കാൻ സോളാർ ഫർണസിനെ കൊണ്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം. ടെമ്പറേച്ചർ ഈസ് ഈസിലി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ ഫോക്കസ്. നമ്മൾ ഫോക്കസിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട്, അതിൻ്റെ സ്ഥാനം മാറ്റിക്കൊണ്ട് നമുക്ക് അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. ടെമ്പറേച്ചറിനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്താൽ മതി? ഫോക്കസിൽ വെച്ചിട്ടുള്ള ആ മെറ്റീരിയലിൻ്റെ പൊസിഷൻ, സ്ഥാനം ചെറുതാക്കി മാറ്റി കൊടുത്താൽ മതി. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഗിവ്സ് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ. ഇത് വളരെയധികം ഉയർന്ന ടെമ്പറേച്ചർ, താപനില നൽകുന്നു എന്നുള്ളതാണ്. നാലാമത്തത്, ഇറ്റ് പ്രൊവൈഡ് റാപ്പിഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. പെട്ടെന്ന് തണുപ്പിക്കാനും ചൂടാക്കാനും, ചൂടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് തണുപ്പിക്കാനും ഈ സോളാർ ഫർണസിനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത അഡ്വാൻറ്റേജ്, വാരിയസ് പ്രോപ്പർട്ടീസ് മെഷർമെൻറ്റ്സ് ആർ പോസിബിൾ ഓൺ ആൻ ഓപ്പൺ സ്പെസിമെൻ. അതായത് ഒരു സ്പെസിമെനിനെ പ്രത്യേകിച്ചിട്ട് ഒരു സംഗതിയുടെ ഉള്ളിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓപ്പണായിട്ട് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. മെൽറ്റിംഗ് പോയിൻറ്റ്, സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി പോലുള്ള പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഓപ്പൺ എൻവയോൺമെൻറ്റിൽ വെച്ചുകൊണ്ട് തന്നെ സ്പെസിമെനിൻ്റെ ഈ വക പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അടുത്ത ഒരു അഡ്വാൻറ്റേജ്, പ്രോപ്പർ ഡിസൈറബിൾ അറ്റ്മോസ്ഫിയർ ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ സ്പെസിമെൻ. അതായത് ഓരോ സ്പെസിമെനിനും പ്രോപ്പറായിട്ടുള്ള, യോജിച്ചിട്ടുള്ള ചില പ്രത്യേക അറ്റ്മോസ്ഫിയറുകളുണ്ടാവും. അത്തരം അറ്റ്മോസ്ഫിയറൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സോളാർ ഫർണസിനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് സോളാർ ഫർണസസിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി സോളാർ ഫർണസസിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ദ മെയിൻ ലിമിറ്റേഷൻസ്. ഒന്നാമത്തെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാവുന്നത്, ഇറ്റ്സ് യൂസ് ഈസ് ലിമിറ്റഡ് ടു സണ്ണി ഡേയ്സ് ആൻഡ് ടു 4 to 5 hours ഓൺലി. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ 4 മുതൽ 5 മണിക്കൂർ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക. ബാക്കിയുള്ള സമയത്തൊന്നും പറ്റില്ല. രാത്രിയോ അല്ലെങ്കിൽ പ്രകാശം കുറഞ്ഞ സമയങ്ങളിലോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ, ഹൈ കോസ്റ്റാണ്. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് സോളാർ ഫർണസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സോളാർ ഇലക്ട്രിക് ജനറേഷൻ. സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളത് ചെയ്യുന്നുണ്ട് അല്ലേ? സോളാർ പാനലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് solar energy into electricity is possible applying a phenomena known as photovoltaic effect. Photovoltaic effect എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സോളാർ എനർജിയെ ഡയറക്റ്റായിട്ട് നേരിട്ടിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നത്. Direct conversion of solar energy into electricity is possible by applying photovoltaic effect. അപ്പോൾ ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനയിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഇപ്പോൾ സോളാർ പാനലാണെങ്കിൽ അല്ലേ, ആ സോളാർ പാനലിലേക്ക് വന്ന് പതിക്കുകയാണ്. ആ സോളാർ പാനലിനകത്ത് ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന നടക്കുന്നു. ആ ലൈറ്റ് നേരെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നു. ആ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ടുള്ളത് അല്ലേ. അപ്പോൾ ആ പാനൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പാനലിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ലൈറ്റ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നു. ആ ഇലക്ട്രിസിറ്റിയാണ് നേരെ ലാമ്പിലേക്ക് പോയിട്ട് ലാമ്പ് പ്രകാശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിനോമിന മറക്കണ്ട. ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിന അപ്ലൈ ചെയ്തിട്ടാണ്
സോളാർ പാനലുകൾ, സോളാർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. നോക്കുക, എന്താണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ജനറേഷൻ ഓഫ് ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് അയണൈസിങ് റേഡിയേഷൻ. Photovoltaic effect is defined as generation of an electromotive force as a result of absorption of ionizing radiation. അല്ലേ, റേഡിയേഷൻ, സണ്ണിൽ നിന്നുള്ള വികിരണം അല്ലേ, അത് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കുക. എന്താ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത? ഇലക്ട്രോണിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബലം. ഒരു കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് വെറുതെ കിടക്കുകയാണ്, ചലിക്കണമൊന്നുമില്ല അല്ലേ. എന്നാൽ അത് ചലിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ബലം കിട്ടിക്കഴിഞ്ഞാൽ, ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണുകളൊക്കെ ഫ്ലോ ചെയ്യും, മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി ഉണ്ടാവും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ EMF ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് EMF ഉണ്ടാക്കുകയാണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. EMF ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കറണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി സോളാർ സെൽസ് എന്താണ് നോക്കുക. സോളാർ സെൽസ് ആർ ദ ഡിവൈസസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി യൂസിങ് ദ ലൈറ്റ് ഫ്രം സൺ. ഓക്കെ, സണ്ണിലെ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സോളാർ സെൽസ് എന്ന് പറയുക. സോളാർ സെൽസ് വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫിനോമിന ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സോളാർ സെല്ല് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, സോളാർ സെല്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ സോളാർ സെല്ല്, അതിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? സൺലൈറ്റ് ഫാൾ ചെയ്യുകയാണ്. അപ്പോൾ ധാരാളം ഇലക്ട്രോൺസ് കാണാം അതുമ്പിൽ. ആ ഇലക്ട്രോൺസിലൊക്കെ സൺലൈറ്റ് വന്ന് പതിക്കുന്നു. അപ്പോൾ സൺലൈറ്റ് കുറേ എനർജി എന്ത് ചെയ്യുകയാണ്? ഇലക്ട്രോൺസിന് കൊടുക്കുകയാണ്. ഓക്കെ, സൺലൈറ്റ് ഇമ്പാർട്ട് സം എനർജി ടു ദ ഇലക്ട്രോൺസ് ഓൺ ദ സർഫസ് ഓഫ് ദ സോളാർ സെൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ എനർജി ആര് അബ്സോർബ് ചെയ്യും? ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിന് നല്ല എനർജി കിട്ടി. സോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദെയർ സർഫസ് അല്ലേ, അതിൻ്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസിനെ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു അല്ലേ. ആ ഇലക്ട്രോൺസ് പിന്നെ നല്ല എനർജി കിട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ ആ ഫ്ലോവിനെ തടസ്സമായിട്ടൊരു ബാരിയർ പൊട്ടൻഷ്യൽ ഇതിനകത്ത് ഉണ്ടാവും. ഒരു ബാരിയർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ആ വോൾട്ടേജ് ആണ് ഇതിനകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിലേക്ക് സൺലൈറ്റ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് ഫ്രീ ഇലക്ട്രോൺസ് ആവുന്നു അല്ലേ. ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, ഒരു ബാരിയർ വോൾട്ടേജ് ഉണ്ടാവുന്നു. ആ വോൾട്ടേജിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഈ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നത് സോളാർ സെൽ ഉപയോഗിച്ചുകൊണ്ട്. ഇനി നോക്കുക, ഈ സോളാർ സെൽസിൻ്റെ സാധാരണ സീരീസ് ആയിട്ടോ പാരലായിട്ടോ കുറേ സോളാർ സെൽസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സോളാർ മൊഡ്യൂൾ എന്ന് പറയുക. എ നമ്പർ ഓഫ് സോളാർ സെൽസ് കണക്റ്റഡ് സീരീസ് ഓർ പാരലൽ വിച്ച് ഈസ് ദ സോളാർ മൊഡ്യൂൾ. അതാണ് സോളാർ മൊഡ്യൂൾ. ഇനി നോക്കുക, കുറേ സോളാർ മൊഡ്യൂളുകളുടെ സ്യൂട്ടബിൾ കോമ്പിനേഷനാണ് സോളാർ അറേ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ കുറേ സോളാർ സെല്ല് ചേർന്ന് കഴിഞ്ഞാൽ സോളാർ മൊഡ്യൂളായി. സോളാർ മൊഡ്യൂളുകളുടെ സ്യൂട്ടബിൾ കോമ്പിനേഷൻ സോളാർ അറേ നൽകും അല്ലേ. ഈ സോളാർ അറേ ആണ് നമ്മൾ ഡിവൈസിൽ, ഇപ്പോൾ സോളാർ പാനലിലൊക്കെ സോളാർ അറേ ആണുള്ളത്. ഓക്കെ, ആ സോളാർ അറേ ആണ് ഈ പറയുന്ന സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ജനറേഷൻ നടത്തുന്നത് അല്ലേ. ഇവിടെ സൺലൈറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോളാർ ഇലക്ട്രിക് പവർ ജനറേഷൻ എന്ന് പറയുക. അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സോളാർ സെൽസിൻ്റെ മേജർ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോളാർ സെൽ അറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ സോളാർ സെല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ സോളാർ സെൽ മൊഡ്യൂളായി. കുറേ സോളാർ സെൽ മൊഡ്യൂൾ ചേർന്ന് കഴിഞ്ഞാൽ സോളാർ സെൽ അറേ. അപ്പോൾ സോളാർ സെൽ അറേ ഉണ്ട്. ലോഡ് ലെവലർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, സ്റ്റോറേജ് സിസ്റ്റം. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുള്ളൊരു അറേഞ്ച്മെൻ്റാണ് സോളാർ സിസ്റ്റം. പിന്നെ ട്രാക്കിംഗ് സിസ്റ്റം അല്ലേ, സണ്ണിനെ ട്രാക്ക് ചെയ്യണം. സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ലൈറ്റ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ ഒരു ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ ഈ 4 ഭാഗങ്ങളാണ് സോളാർ സെല്ലിന് പ്രധാനമായിട്ടുള്ളത്. ഇനി സ്പേസ് ക്രാഫ്റ്റിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സോളാർ എനർജി പ്രയോജനപ്പെടുത്തുന്നത് അല്ലേ. ഈ സ്പേസ് ക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന സോളാർ സെല്ല് സിലിക്കൺ സോളാർ സെല്ലാണ്. സിലിക്കൺ സോളാർ സെൽ.
ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടറാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അർദ്ധചാലകമാണ്. ആ സിലിക്കൺ, ഡോപ്ഡ് സിലിക്കൺ ക്രിസ്റ്റൽസ് ആണ് ഈ സിലിക്കൺ സോളാർ സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുക. ഡോപ്ഡ് എന്ന് പറയുമ്പോൾ സിലിക്കണിലേക്ക് മറ്റ് ചില മെറ്റീരിയൽസ്, ആഴ്സനിക്, ഗാലിയം പോലുള്ള ചില മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. പ്യുവർ ആയിരിക്കില്ല, അതിനകത്ത് മറ്റ് ചില മെറ്റീരിയൽസ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഡോപ്ഡ് സിലിക്കൺ ക്രിസ്റ്റൽസ് ആണ് നമ്മൾ ഈ സിലിക്കൺ സോളാർ സെൽ, സ്പേസ് ക്രാഫ്റ്റിലെ സോളാർ ഫോട്ടോവോൾട്ടായിക് സെല്ലായിട്ടുള്ള സിലിക്കൺ സോളാർ സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ സോളാർ ഇലക്ട്രിക് പവർ ജനറേഷൻ നമ്മൾ പറഞ്ഞു സോളാർ സെൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സാധ്യമാവുന്നത്. ഈ സോളാർ സെൽസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോളാർ സെൽ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു സാധനമാണ് സ്ട്രീറ്റ് ലൈറ്റിനിങ് അല്ലേ. ഇപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളിലൊക്കെ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സോളാർ പാനലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിംഗ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ബാറ്ററി ചാർജിങ്, കാൽക്കുലേറ്ററും വാച്ചൊക്കെ സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നതുണ്ട്. അപ്പോൾ അതിനകത്തുള്ള സെല്ല് സോളാർ സെല്ലാണ്. ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തം ചാർജ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ബാറ്ററി ചാർജിങ്ങിന് ഉപയോഗിക്കുന്നു. റെയിൽവേ സിഗ്നലിംഗ് എക്യുപ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വെതർ മോണിറ്ററിങ്ങിന്, കാലാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ കമ്മ്യൂണിറ്റി റേഡിയോ ആൻഡ് TV സെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സോളാർ സെല്ലിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഫോട്ടോവോൾട്ടായിക് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സോളാർ എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് അല്ലേ. പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സാണ്, നമുക്ക് ഒരിക്കലും ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തൊരു സാധനമാണ് സൺലൈറ്റ്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ഈ സോളാർ ഇലക്ട്രിക് പവർ ജനറേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് സോളാർ ഇലക്ട്രിക് പവർ ജനറേഷൻ അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോളാർ എനർജി എന്ന് പറയുന്ന കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്, അത് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങും. എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ഓക്കെ, താങ്ക് യു.